മൂന്നാർ ഗ്യാപ് റോഡിൽ കൂറ്റൻ പാറക്കഷ്ണം അടർന്നു വീണു. കള്ളൻ ഗുഹയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് പാറ വീണത്. വിവരങ്ങളുമായി ജയനിസ് രാജു ചേരുന്നു. ജെയിൻ, ഈ കൂറ്റൻ പാറ അടർന്നു വീണ സമയത്ത് വാഹനങ്ങളോ ആളുകളോ അതുവഴി ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ആശ്വാസമാണ്. അപ്പോഴും ഇനിയും ഇത്തരത്തിൽ ഇളകി വീഴാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, തീർച്ചയായിട്ടും മൂന്നാർ ഗ്യാപ് റോഡിൽ ഇത്തരം വലിയ പാറ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത നിലവിലുണ്ട്. ഇന്ന് വെളുപ്പിന് 6 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. ഈ സമയത്ത് അതുവഴി വാഹനങ്ങളൊന്നും കടന്നു പോകാത്തത് വലിയൊരു അപകടം ഒഴിവാകാൻ സഹായിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മഴക്കാലമായി കഴിഞ്ഞാൽ ആ മേഖലയിൽ അത്തരമൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അശാസ്ത്രീയമായിട്ടുള്ള ഖനനം നടന്ന ഒരു മേഖലയാണ്. എല്ലാ മഴക്കാലത്തും അല്ലെങ്കിൽ മഴ ശക്തി പ്രാപിക്കുന്ന സമയത്തെല്ലാം അതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വലിയ മഴ പെയ്ത സമയത്തും മൂന്നാർ ഗ്യാപ് റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. പാതയോരങ്ങളിലുള്ള പാർക്കിംഗ് നിരോധിച്ചിരുന്നു. രാത്രി ഗതാഗതം നിരോധിച്ചിരുന്നു. അതെല്ലാം അത്തരം നടപടി സ്വീകരിച്ചത് ഇത്തരം സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. വലിയ രീതിയിൽ ഇതിനു മുമ്പും പാറയിടുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും ഒക്കെ ചെയ്ത സ്ഥലങ്ങളാണ്. നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതുവഴി കടന്നു പോകുന്നവർ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത്. ശരി, ജയനിസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മുമ്പും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ അപകട സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് അത് എന്നത് ഈ മഴയുള്ള സമയത്തും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക. മലയോര പ്രദേശത്ത് അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണം. അത്യാവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യൂ എന്ന് എപ്പോഴും ജാഗ്രതാ നിർദ്ദേശമായി പറയുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്.